ഇന്ത്യൻ സിനിമാ വ്യവസായത്തിന് ചരിത്ര നേട്ടമുണ്ടാക്കിയ വർഷമാണ് 2023. തുടരെയുള്ള റെക്കോർഡുകൾ, മികച്ച ഉള്ളടക്കങ്ങൾ, പുതുമുഖ സംവിധായകർ, സാങ്കേതിക വിദ്യ സിനിമയിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ, ലോക സിനിമയ്ക്ക് മുന്നിൽ ഇന്ത്യൻ സിനിമയെ അടയാളപ്പെടുത്തിയ നിമിഷങ്ങൾ, അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ടായ വർഷം. 1000-ലേറെ സിനിമകളാണ് 2023 ഇന്ത്യൻ പ്രൊഡക്ഷനിൽ നിന്നുണ്ടായത്. എന്നാൽ നിർഭാഗ്യവശാൽ 50-ൽ താഴെ സിനിമകൾ മാറ്റി നിർത്തിയാൽ പരാജയത്തിന്റെ കണക്കുകളാണ് പറയാനേറെയും. അത്തരത്തിൽ ബോക്സ് ഓഫീസ് വിജയം ഉറപ്പിച്ച് തിയേറ്ററിൽ വമ്പൻ പരാജയമായി മാറിയ സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഒരിടവേളയ്ക്ക് ശേഷം മോഹൻലാലും ഷാജി കൈലാസും ഒന്നിച്ച ചിത്രമാണ് എലോൺ. മോഹൻലാൽ മാത്രം അഭിനയിച്ച സിനിമ. കോവിഡ് പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ എലോണിന്റെ ഹൈലൈറ്റ് തന്നെ മോഹൻലാൽ ഷാജി കൈലാസ് ജോഡി വീണ്ടും ഒന്നിക്കുന്നു എന്നതായിരുന്നു. എന്നാൽ ഒരു ഹിറ്റ് പ്രതീക്ഷിച്ച ആരാധകരുടെ പ്രതീക്ഷ തന്നെ അസ്തമിക്കുന്നതായിരുന്നു തിയേറ്ററിലെ ഫൈനൽ റിസൾട്ട്. 5 കോടി ബജറ്റിൽ ഒരുങ്ങിയ സിനിമ 1 കോടി കളക്ഷൻ പോലും ലഭിക്കാതെ പതുങ്ങി. 2023 ആദ്യമെത്തിയ മമ്മൂട്ടി ചിത്രം ക്രിസ്റ്റഫർ. പോലീസ് വേഷങ്ങളിൽ മലയാളി സിനിമാ പ്രേമികൾ ആഘോഷിച്ചിട്ടുള്ള താരം എന്ന നിലയിൽ ക്രിസ്റ്റഫറിലെ മമ്മൂട്ടി കഥാപാത്രവും ശ്രദ്ധ നേടിയിരുന്നു. എന്നാൽ 15 കോടി മുതൽ മുടക്കിലൊരുങ്ങിയ മമ്മൂട്ടി ബി ഉണ്ണികൃഷ്ണൻ ചിത്രം 5 കോടിക്കും താഴെയാണ് ആഗോളതലത്തിൽ സ്വന്തമാക്കിയത് എന്നാണ് റിപ്പോർട്ട്. ക്രിസ്റ്റഫറിനൊപ്പം പരാജയം ഏറ്റുവാങ്ങിയ ചിത്രമാണ് ഏജന്റ്. തെലുങ്ക് യുവതാരം അഖിൽ അഗ്നേനി നായകനായി മമ്മൂട്ടി ക്യാമിയോ റോളിൽ എത്തിയ ചിത്രവും പരാജയം രചിച്ചിരുന്നു. ഏകദേശം 4 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം റിലീസ് ചെയ്ത രാജീവ് രവി ചിത്രമാണ് തുറമുഖം. നിവിൻ പോളി പ്രധാന വേഷത്തിലെത്തിയ സിനിമ നിരൂപക ശ്രദ്ധ നേടിയെങ്കിലും ബോക്സ് ഓഫീസ് വിജയം സ്വന്തമാക്കിയില്ല. സിനിമയുടെ ദൈർഘ്യം, നീണ്ടുപോകുന്ന ഉള്ളടക്കം എന്നിവയാണ് സിനിമയും പ്രേക്ഷകരുമായി അകൽച്ചയുണ്ടാക്കിയത് എന്നായിരുന്നു പ്രതികരണങ്ങൾ. ഇതുകൂടാതെ നിവിന്റെ രാമചന്ദ്ര ബോസ് ആൻഡ് കമ്പനിയും പരാജയം നേരിട്ടു. 10 കോടി ബജറ്റിൽ ഒരുങ്ങിയ ഹൈസ്റ്റ് ത്രില്ലർ 1 കോടി പോലും തിരിച്ചു പിടിച്ചില്ല എന്നാണ് റിപ്പോർട്ട്. ഹൈ റിസ്ക് ഹൈ റിട്ടേൺ. മലയാളത്തിന്റെ മാത്രമല്ല തെന്നിന്ത്യൻ സിനിമകളിലും വമ്പൻ പരാജയങ്ങളുണ്ടായി. KGF-ന് ശേഷം തെന്നിന്ത്യ കീഴടക്കാൻ പോകുന്നു എന്ന ഹൈപ്പോടെ എത്തിയ സിനിമയായിരുന്നു കബ്സ. ഉപേന്ദ്രയുടെ 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള ചിത്രം, മൾട്ടി സ്റ്റാർ ചിത്രം എന്നിങ്ങനെ കബ്സ ശ്രദ്ധിക്കപ്പെട്ടുവെങ്കിലും വിപണിയിൽ ലാഭമുണ്ടാക്കാനോ ഒരു KGF എഫക്റ്റ് കൊണ്ടുവരാനോ കബ്സയ്ക്ക് കഴിഞ്ഞില്ല. 120 കോടി മുതൽ മുടക്കിലൊരുങ്ങിയ സിനിമ ആഗോളതലത്തിൽ 34 കോടിക്കടുത്ത് മാത്രമാണ് സ്വന്തമാക്കിയത്. ചരിത്ര വിജയം ഉണ്ടാകാൻ പോകുന്ന സിനിമ എന്ന തരത്തിലാണ് ആദിപുരുഷനെ തുടക്കം മുതലേ ആഘോഷിച്ചത്. എന്നാൽ ശരാശരിയിലും താഴെ അനുഭവം സമ്മാനിച്ച ചിത്രത്തിന്റെ വില്ലനായത് VFX ആയിരുന്നു. രാമനായി അഭിനയിച്ച പ്രഭാസിന് നേരെയും വിമർശനങ്ങൾ ഏറെ ഉയർന്നു. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ബജറ്റിൽ ഒരുങ്ങിയ ചിത്രം, അതായത് 500 കോടിയിൽ ഒരുങ്ങിയ ചിത്രം ആദ്യ ദിവസം 100 കോടി സ്വന്തമാക്കി. എന്നാൽ ആദ്യ പ്രതികരണങ്ങൾ എത്തിയതോടെ കാലാവസ്ഥയാകെ മാറി. പ്രീ ബുക്കിംഗുകൾ അടക്കം പിൻവലിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. സാഗ്നെൽക്കിന്റെ കണക്ക് പ്രകാരം ആഗോളതലത്തിൽ 390 കോടി സ്വന്തമാക്കിയ ചിത്രം ഈ വർഷത്തെ ഏറ്റവും വലിയ പരാജയങ്ങളിൽ ഒന്നാണ്. പ്രഖ്യാപിക്കപ്പെട്ട നാൾ മുതൽ ദുൽഖർ ആരാധകരെ ആവേശത്തിലാഴ്ത്തിയ സിനിമയായിരുന്നു കിങ് ഓഫ് കൊത്ത, ദുൽഖറിന്റെ കരിയറിലെ ഏറ്റവും വലിയ പ്രോജക്റ്റ്. ഇതേ ഹൈപ്പ് തന്നെയാണ് സിനിമയുടെ പരാജയത്തിനുള്ള കാരണമായതും. ഓഗസ്റ്റ് 26-ന് പുറത്തിറങ്ങിയ ചിത്രം 30 കോടിക്കടുത്ത് മാത്രമാണ് സ്വന്തമാക്കിയത്. ബോളിവുഡിലെ മറ്റൊരു ഡിസാസ്റ്റർ ചന്ദ്രമുഖി 2. രാഘവ് ലോറൻസും ബോളിവുഡിൽ നിന്ന് കങ്കണ റണൌത്തും കേന്ദ്ര കഥാപാത്രമായ ചിത്രത്തിന് മോശം പ്രതികരണമാണ് ആകെയും ഉണ്ടായത്. 65 കോടിയിൽ നിർമ്മിച്ച ചിത്രം 40 കോടിക്കും താഴെ സ്വന്തമാക്കി പരാജയം ഏറ്റുവാങ്ങി. തീർന്നില്ല. നീലവെളിച്ചം, വോയിസ് ഓഫ് സത്യനാഥൻ, ബാന്ദ്ര, കുഞ്ചാക്കോ ബോബന്റെ ചാവേർ, പദ്മിനി, കാസർഗോൾഡ്, ധൂമം, ശാകുന്തളം, കൊറോണ പേപ്പേഴ്സ്, തങ്കം, കിസി കാ ഭായ് കിസി കി ജാൻ, വാക്സിൻ വാർ, റോക്കി ഓർ റാണി കാ പ്രേം കഹാനി, ഭോല, ചുപ് എന്നിങ്ങനെ നീളുന്നു വലിയ പ്രതീക്ഷയോടെ വന്ന് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ സിനിമകളുടെ കണക്ക്. ബോക്സ് ഓഫീസിൽ വിജയിക്കാത്ത സിനിമകൾ മോശം സിനിമകളെന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. OTT-യിലെത്തി ശ്രദ്ധ നേടിയ സിനിമകളും സ്ലീപ്പർ ഹിറ്റുകളും 2023-ന്റെ ഭാഗമായിരുന്നു. ഒരു ദിവസം നിരവധി റിലീസുകൾ എന്നതും സിനിമയുടെ കളക്ഷനെ ബാധിച്ചിട്ടുണ്ട് എന്നും നിരൂപകർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഒരു ദിവസം 9 റിലീസുകൾ വരെ ഉണ്ടായിരുന്ന കാലവും ഉണ്ടായി. മാത്രമല്ല മോശം റിവ്യൂകൾ നൽകുന്നതാണ് പല സിനിമകളും പരാജയപ്പെടുന്നതടക്കമുള്ള അഭിപ്രായങ്ങളും എത്തിയിരുന്നു.
ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നും തുടരുകയാണ്. 2023 കൊണ്ട് അവസാനിക്കുന്നില്ല. ഇതുക്കും മേലെ ഹൈപ്പുകളുമായി നിരവധി സിനിമകളാണ് 2024 കാത്തിരിക്കുന്നത്. അപ്പോൾ നല്ല സിനിമകൾക്കായി നമുക്കും കാത്തിരിക്കാം.